ഒരു ഡേയിലെ എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ആയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈവനിങ് തന്നെയാണ് ഗൈസ്. എനിക്ക് ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല, ഒട്ടുമല്ല. അപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ എപ്പോൾ വൈകുന്നേരം ആകും എന്നാണ്. കാരണം എനിക്ക് ഈ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറയുക, വൈകുന്നേരത്തെ ക്ലൈമറ്റ് മാത്രമാണ് എനിക്കിഷ്ടം. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകാനാണെങ്കിലും എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ കാണാനാണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന ദിവസമാണെങ്കിൽ തന്നെ എനിക്കങ്ങനെ രാവിലെ എണീറ്റ് പോകുന്നത് ഇഷ്ടമല്ല. പിന്നെയും കൂടുതൽ എനിക്ക് താല്പര്യം വൈകുന്നേരം രാത്രി ഒക്കെയാണ് എനിക്കിഷ്ടം. കാരണം നമുക്ക് വെയിലൊക്കെ കുറഞ്ഞ ഒരു ശാന്തമായ ഒരു ക്ലൈമറ്റാണ് വൈകുന്നേരത്തിന്. അപ്പോൾ ഒരു പ്രത്യേകതരമായ ഒരു ഭംഗി നമ്മുടെ വൈകുന്നേരങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് ഈവനിങ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള പറമ്പാണ്. എൻ്റെ വീടിനേക്കാളും എനിക്കിഷ്ടം, പറമ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വ്യൂ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. നേരെ കാണുന്നത് ഒരു വാഴത്തോട്ടമാണ്. അപ്പോൾ ആ വ്യൂ ആണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്, വീട്ടിലുള്ള ദിവസമാണെങ്കിൽ എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഞാൻ വന്നിങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന് പ്രകൃതി ഇങ്ങനെ വെറുതെ ആസ്വദിക്കും. ഇതാണ് എൻ്റെ ഈവനിങ് റൊട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ ഈവനിങ് ആകുമ്പോൾ അമ്മ ഞങ്ങളെല്ലാവരും ചുമ്മാ ഇങ്ങനെ ചിറ്റ്ചാറ്റൊക്കെ ചെയ്തിട്ട് ടീ ഒക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ ചുമ്മാ ഇവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കും. കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഈ വീട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് തന്നെ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി, പിന്നെ എന്താ പറയുക, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ഒരു സൈലൻസ് ഉണ്ടല്ലോ, അതാണ് ദ മെയിൻ തിങ്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു നേച്ചർ. എൻ്റെ ഡയലോഗൊക്കെ കേട്ടിട്ട് അപ്പുറത്തെ പറമ്പിലൊരു എരുമയുണ്ട്. എരുമയാണോ പശുവാണോ, എരുമയാണെന്ന് തോന്നുന്നു, അതിന് വരെ സഹിക്കുന്നില്ല, മിണ്ടാതിരി. സോ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയും നിശബ്ദത എന്നൊക്കെ പറയില്ല, അതാണ് നമ്മൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനും ഈ വീട് ഇഷ്ടപ്പെടാനും കാരണം തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ. എരുമ സമ്മതിക്കില്ല എന്നെ കൊണ്ട് സംസാരിക്കാൻ. അപ്പം നമുക്ക് പോയിന്റ് കിട്ടിയല്ലോ. അതാണ് എനിക്ക് ഈ സ്ഥലത്തിനോടുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾ മൈ മദേഴ്സ് ഫേവറേറ്റ് പ്ലാന്റ്സ്. ഇതൊരു പ്രത്യേകതരം എന്തോ ഒരു ചെടിയാണ് ഗൈസ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ബട്ട് എൻ്റെ അമ്മയ്ക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്ലാന്റ്സൊക്കെ എന്നും വെള്ളമൊഴിച്ച് ഞങ്ങളെക്കാളും നല്ല പോലെയാണ് എൻ്റെ അമ്മ ഇവിടുത്തെ പ്ലാന്റ്സൊക്കെ നോക്കുന്നത്. ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കില്ല എന്നല്ല കേട്ടോ, ഞങ്ങൾ ശ്രദ്ധിക്കും. ഞങ്ങളുടെ അമ്മ പാവം എപ്പോഴും ശ്രദ്ധിക്കും. ബട്ട് എന്നാലും അതേപോലത്തെ സ്നേഹമാണ് അമ്മയ്ക്ക് അമ്മയുടെ ചെടികളോടും. എൻ്റെ എല്ലാവർക്കും ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് അരളിപ്പൂവിൻ്റെ ചെടി. ദിസ് ഈസ് വെരി പോയ്സണസ്. ഇത് ഇപ്പോൾ റീസെൻ്റായിട്ട് ആരോ ഇത് കഴിച്ചൊക്കെ മരിച്ചു എന്നൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. അത് റോസ് കളർ അരളിയായിരുന്നു. നമ്മുടെ വീട്ടിലുള്ളത് അതിൻ്റെ വൈറ്റ് വേർഷൻ അരളി ചെടിയാണ്. ഇത് വിഷമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ ഭാഗത്തേക്കേ പോയിട്ടുള്ള ഗൈസ്. ബട്ട് ഇന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം, ചുമ്മാ വെറുതെ. ഇത് കഴിച്ചാൽ മരിച്ചു പോകും ഗൈസ്. പക്ഷെ നമുക്ക് കഴിക്കണ്ട, നമുക്ക് ചെവിയിൽ വെക്കാം. ഇത് കഴിച്ചിട്ടാണ് ഒരു കുട്ടി മരിച്ചതെന്നൊക്കെ പറയുന്നു ഗൈസ്. ഡിസ്ക്ലൈമറായിട്ട് താഴെ ഞാൻ കൊടുക്കാനൊന്നും എനിക്ക് വയ്യ, പക്ഷേ കുട്ടികളൊന്നും ഇത് ട്രൈ ചെയ്യരുത്. വളരെ വിഷമുള്ള ചെടിയാണ്. ചുമ്മാ നമുക്കിതിനി കഴിച്ചൊന്നും നോക്കാൻ പറ്റത്തില്ല, കാരണം മുന്നേ ഞാനിത് കഴിച്ചിട്ടുണ്ട്. ചുമ്മാ എപ്പോഴോ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിതിലിങ്ങനെ ചുമ്മാ റാൻഡമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ ഇലയോ പൂവോ എന്തോ, ഇലയാണോ പൂവാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് എന്തോ ഞാൻ കഴിച്ചിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റില്ല. ബട്ട് ഒരു കുട്ടി ഈ പൂ കഴിച്ചിട്ട് മരിച്ചെന്നാണ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നത്. സോ ബി കെയർഫുൾ ഗായ്സ്. നമ്മുടെ വീട്ടിൽ ഇതുണ്ട്. അപ്പോൾ ഈ പൂവിനെ പറ്റി ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ഞങ്ങളുടെ ഗ്രാൻഡ് മദർ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഈ പൂവല്ലേ അവിടെയുള്ളത്, അത് വെട്ടിക്കള, അതിൻ്റെ കൊമ്പ് വെട്ടിക്കള, അത് വേണ്ട, പൂ വേണ്ട, കോമ്പൗണ്ടിൽ വേണ്ട, അത് കളഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിന് ശേഷം ആരും ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് ചുമ്മാ. ഇല്ലെങ്കിൽ ഞാൻ ആ പൂ തൊടാറില്ല, അതിൻ്റെ ഇലയൊന്നും
പിടിക്കാറ് പോലില്ല, ബിക്കോസ് എനിക്കെന്തോ പേടിയായി പിന്നെ അതിന് ശേഷം. കാരണം അപ്പോൾ ഞാൻ അതിൻ്റെ ഇലയൊക്കെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തതാണല്ലോ, അപ്പോൾ അതെന്തോ ഇലയോ പൂവോ എന്തോ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, ഞാൻ സെത്ത് പോകല കായ്സ് ഉയരോടതാ ഇരിക്കെ. അപ്പം അതുപോലെ ആരും ഈ പൂ ഇതിൻ്റെ ഒരു റോസ് കളറുള്ള ഒരു പിങ്ക് കളറുള്ള ഒരു പൂവാണ് ആ കുട്ടി കഴിച്ച് മരിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ വെള്ളയാണ് നമ്മുടെ വീട്ടിലുള്ളത് ഗായ്സ്. അപ്പോൾ ഈ വെള്ള വിഷമുള്ളതാണോന്നൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു പൂവിൻ്റെ ഫാമിലിയിൽ പെടുന്ന ചിറ്റപ്പൻ്റെയോ കൊച്ചമ്മയുടെയോ മക്കളെന്തോ ആണിത്. അപ്പം അതുകൊണ്ട് നമ്മൾ വി ഷുഡ് ബി വെരി കെയർഫുൾ വീട്ടിൽ ഈ സാധനങ്ങൾ ഉള്ളവർ. ഓക്കെ, ഇങ്ങനെ ചുമ്മാ ചെവിയിലൊക്കെ വെച്ചുകൊണ്ട് നടക്കാം. ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് മദർ ഇത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ നോ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലെല്ലാവരോടും പറഞ്ഞു ഇതൊന്നും കഴിക്കരുത്, പിടിക്കരുത്, ഒന്നും ചെയ്യരുത്, ഒരു ഭംഗിക്ക് വേണ്ടി അവിടെ നിന്നോട്ടെ എന്ന്. പിന്നെ അമ്മ പറഞ്ഞു അത് മൊത്തത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് എന്തേലും ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, വേണ്ട, കുഴപ്പമില്ല, എന്തായാലും ഇവിടെ പരിസരത്തുള്ള ആൾക്കാർക്കാണെങ്കിലും അറിയായിരിക്കുമല്ലോ ആ ചെടി വിഷത്തിൻ്റെ ചെടിയാണെന്ന് അറിയായിരിക്കുമല്ലോ. ഇനി ഞാൻ ഓർമ്മയില്ലാതെ ഇത് ചുമ്മാ കഴിക്കാനൊന്നും നിൽക്കില്ല ഗായ്സ്. ബട്ട് ഇത് കൊള്ളാൻ കാണാൻ രസമുണ്ടല്ലേ. ഇതാണ് നമ്മുടെ വീട്ടിലെ തുളസി ചെടി. സോ നമുക്കിന്ന് ഈവനിങ് ടീ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് തുളസി ഇട്ടിട്ട് ഇന്ന് ടീ ഉണ്ടാക്കാം. ഓക്കെ, എനിക്ക് ടീയിൽ വ്യത്യസ്തമായ ഓരോരോരോ എന്താ പറയുക സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, ടീയിൽ തുളസിയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ കുടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽത്തിയുമാണ്, പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല രസമായിരിക്കും. ഈ പ്ലെയിൻ ടീ ഇഷ്ടപ്പെടുന്നവർക്കൊന്നും വലിയ ഇഷ്ടപ്പെടില്ല. ബട്ട് മസാല ടീ, ജിഞ്ചർ ടീ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തുളസി ടീ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് ഈ മസാല ടീ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിന്ന് ചായ വെക്കുമ്പോൾ എന്ത് ചെയ്യാം, തുളസിയൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കാം. ഇതൊക്കെ ആര് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സ്മെല്ലൊക്കെ എന്ന് വെച്ചാൽ വേറെ ലെവല് അല്ലേ. ഞാൻ പറഞ്ഞത് തുളസിയുടെ ഒക്കെ പെർഫ്യൂം വേണമെന്നാണ് ഞാൻ പറയുന്നത്. തുളസിയുടെ ഒക്കെ പെർഫ്യൂം ഉണ്ടാവുമോ? തുളസിയുടെ ഒക്കെ പെർഫ്യൂം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു സ്മെല്ല്. തുളസിയുടെ പെർഫ്യൂം ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയൂ ഗൈസ്, ഏതെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് എന്തായാലും വാങ്ങിക്കും. വാവ്, പിന്നെ എനിക്ക് പുറത്ത് പോകാനുള്ളൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്ത് പോയി. ഓൺ ദ വേ ആണ് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാൻ നേരത്ത് ചിക്കിങ്ങിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായി, ഒരു വലിയ മഴയൊക്കെ വന്ന് കഴിഞ്ഞ സമയമായിരുന്നു. ഇരുട്ടായപ്പോഴത്തേനും നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്, ഇതെന്താ സംഭവം എന്നറിയത്തില്ല. ആകാശത്തിൽ എന്തോ ഒരു വൈറ്റ് കളർ പക്ഷിയോ എന്തോ പറന്നു പോകുന്ന പോലെയാണ് ഇത് കാണുന്നത്. നല്ല മിന്നലുണ്ടായിരുന്നു, പക്ഷെ മിന്നലിൻ്റെ ലൈറ്റ് ഇങ്ങനെ വരില്ലല്ലോ. ഇതെന്തോ ഒരു മാലാഖയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതെന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംതിങ് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം സ്കൈയിൽ ഞാൻ കാണുന്നത്. എന്തായാലും എത്ര ആലോചിച്ചിട്ട് ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയുന്നവർ എനിക്കൊന്ന് പറഞ്ഞു തരിക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.